ചിന്തിച്ചേച്ച് മുന്നോട്ടൊന്ന് വന്ന് നേരത്തെ എങ്ങനെയാ നടന്നത്? മദ്യപിച്ചും പുകവലിച്ചും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വഴക്കും ബുക്കാരും തെറി, കണ്ണു പൊട്ടുന്ന തെറി. നേരത്തെ നല്ല തെറി, ചെറിയ തെറിയാന്നോ? കൊടുങ്ങല്ലൂപ്പള്ള. ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മ വരുക ഇപ്പോഴും കൊണ്ട്, കഴിഞ്ഞ ആഴ്ച കൊണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും, അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഈ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, തള്ളേ പറയരുത്. ഇല്ല, ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. എന്നോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത്, ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട് ഫസ്റ്റ് ക്ലാസ് തെറി. തള്ള എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ഞാനിത് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ എന്നെ ഞോണ്ടിയച്ച്, എന്നെ ആരായി തെറി പഠിപ്പിച്ചെന്നറിയാവോ? അതാ ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ട്, അവരെന്നോട് പറയാം, ഞങ്ങളുടെ ഒരു കൊച്ചമ്മ, അവൾ പറഞ്ഞു, എടി ഇങ്ങനത്തെ തെറി പറഞ്ഞ ആരും നമ്മുടെ മേളി വരികയല്ലെന്ന്. ഇങ്ങനത്തെ കേട്ട ആരാ വരുന്നേ? ഞാൻ പറഞ്ഞൊന്നും മിണ്ടരുത്. ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിൽ ഉണ്ടല്ല. ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പോഴാ അമ്മ നല്ല സഭായുധനൊക്കെ വരുന്ന വെള്ള സാരിയൊക്കെ കൊടുത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ സ്തോത്രം അങ്ങനെ പറയുള്ളൂ. എന്നാ ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. പണ്ട് ഈ തള്ളടരൊക്കെ ആരും ചെല്ലത്തില്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ. അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു, അമ്മേ, ഞങ്ങളുടെ അമ്മ ഭർത്താവിനെ തല്ലിയിട്ടുണ്ടെന്നാണല്ലോ കേൾക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. വലിയ താരമാണ്. അപ്പം പുള്ളിക്കാരി അവൻ ഒറ്റയടിക്ക് താഴെ ഇട്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാ. പുള്ളി ആ ഒരൊറ്റ അടി കൊണ്ടുപോയതാ. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. എവിടാണെന്ന് പോലും ഉള്ള കാര്യമാ. തള്ള കഴിഞ്ഞ ആഴ്ചയും സഭായത്തിനുണ്ടായിരുന്നു. ഇനി ഇത് കേട്ടേച്ച് തള്ള എന്നെ വെച്ചേക്കോന്നുള്ളതാ. അതെ, ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. എന്നാൽ ഇപ്പോൾ അമ്മ അടി ഉണ്ടാക്കാൻ പോകത്തില്ല, തെറി വിളിക്കത്തില്ല, അനാവശ്യം പറയത്തില്ല. കാരണം എന്നാ? സുവിശേഷം ഈ അമ്മയെ അല്ല, മിക്ക മാതാക്കളെയും മിക്കവരെയും യോഗ്യമായി നടത്താൻ പഠിപ്പിച്ചു. അതാ സുവിശേഷത്തിന്റെ വിശേഷത. ഇത് യോഗ്യമായിട്ട് നടത്തും.